മദ്യവും മയക്കുമരുന്നും വ്യക്തികളെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും അടിമുടി തകർത്തെറിയുകയാണ്. കൗമാരക്കാരും യുവാക്കളും അടക്കമുള്ളവർ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ വീടുകൾ കണ്ണീർ കടലാകുന്ന കാഴ്ച. മക്കളെ ഓർത്ത് തീ തിന്നുന്ന മാതാപിതാക്കൾ. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പോലീസും എക്സൈസും സംസ്ഥാന വ്യാപകമായി റെയ്ഡിനിറങ്ങിയപ്പോൾ വൻ ലഹരി മാഫിയയ്ക്കാണ് പൂട്ടുവീണത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ MDMA വേട്ട നടന്നപ്പോൾ തൃശ്ശൂരിൽ അനധികൃത മദ്യവിൽപ്പനയാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ രാത്രിയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് 780 ഗ്രാം MDMA ആണ് പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാർ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കേസിൽ കൊണ്ടോട്ടി അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 25 ലക്ഷത്തോളം രൂപ വില വരുന്ന MDMA പിടിച്ചെടുത്തു. ഇതിനിടെ തൃശൂരിൽ അനധികൃതമായി മദ്യവിൽപ്പന നടക്കുന്നത് അറിഞ്ഞായിരുന്നു എക്സൈസ് പരിശോധന. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ മദ്യവും പണവും പിടിച്ചു. ഏളനാട് സ്വദേശി ബിനീഷിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. ചാലക്കുടിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ നിയമവിരുദ്ധമായി മദ്യവിൽപ്പന നടത്തിയ ആൾക്ക് പിടിവീണു. ചാലക്കുടി സ്വദേശി നന്ദകുമാറാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാനും തണ്ടറും ലഹരി വിൽപ്പനക്കാർക്ക് ഇതിനകം പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് 18 തൃശൂർ, മലപ്പുറം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.